ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് എഗ്ഗ് ഗീ റോസ്റ്റ്, മാംഗ്ലൂർ സ്റ്റൈൽ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു മുളക്, വറ്റൻ മുളക്. ഇത് ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ 4 ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 ടീസ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഉള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 3 മുട്ട, 1/4 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഈ മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉണ്ണി നടുക്ക് നിൽക്കാനായിട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കണം. ഈ കുറച്ച് വെള്ളം വെച്ചാലും നമുക്ക് മുട്ട പുഴുങ്ങാം, പക്ഷേ ഉണ്ണി നടുക്ക് തന്നെ നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കും. അതുപോലെ ഈ ഉള്ളി ഒന്ന് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് മുളക്, ഉള്ളിയും വെളുത്തുള്ളി, ബാക്കി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഈ 5 സാധനങ്ങൾ ഒന്നിച്ചിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പ്രൊസീഡിയർ ഇത്രയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഉള്ളി ഏതാണ്ടൊക്കെ ആയി. അതുപോലെ മുട്ട കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതും എടുത്തിട്ട് ഇനി തണുത്ത വെള്ളത്തിലിടും. ഇനി അടുത്തായിട്ട് ഈ മുളകൊന്ന് ഈ പറഞ്ഞ പോലെ വറുത്തെടുക്കുക. മുളക് ഒരുമാതിരി കറുപ്പ് നിറമായിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാം. വെളുത്തുള്ളിയും കൂടെ അതുപോലെ വറുത്തെടുക്കുക. ഇനി ബാക്കിയുള്ള അതിലെ ചെറിയ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് അതും ഒന്ന് വറുക്കുക. നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യം, ഉപ്പ് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിന്. നെയ്യ്, അപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇനി വറുത്ത സാധനം, ആ മുളകിൻ്റെ ഞെട്ട് ഒടിച്ച് കളഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടാനായിട്ട് ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മഷി പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആ അരപ്പ് അതിലോട്ട് കോരിയിടുക. ഇതുവരെ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പ്. അപ്പം ഇതിലിപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിരിക്കും. നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഇതിന് ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ അത് കുറച്ച് നേരമായി. ഇനിയിപ്പോൾ നമ്മൾ ഈ മുട്ട ഇതിലോട്ട് വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുക. അപ്പം ഇങ്ങനെ ഈ അരപ്പെടുത്ത് ഇതൊന്ന് മൂടി വെക്കുക. ഇനി ആ മുട്ടയെല്ലാം മറിച്ചിട്ടിട്ട് ബാക്കി അരപ്പ് കൂടെ അതിൻ്റെ പുറത്ത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഈ മൂടി വെച്ചൊന്ന് മൂടും. ഒരു 2 മിനിറ്റ്. നമ്മുടെ എഗ്ഗ് ഗീ റോസ്റ്റ് റെഡിയായി. ഇനി അതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോകുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഗീ റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.